പ്രിയ കുട്ടികളെ, +2 ബോട്ടണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം +2 ബോട്ടണിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആരംഭിച്ചിരുന്നു. അതിൽ കുറേ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. റീപ്രൊഡക്ഷൻ പഠിച്ചു. നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. റീപ്രൊഡക്ഷൻ എന്താണ്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എസെൻഷ്യൽ ലൈഫ് പ്രോസസ്സാണ്. അതിലൊരു ഓർഗാനിസം പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ടൈപ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻസ് ആണുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറയാം. അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, that means types of reproduction like binary fission, cell division, അതുപോലെ തന്നെ സൂസ്പോർട്സ്, കൊനീഡിയ, ജെമ്മ്യൂൾസ്, ഇങ്ങനെയുള്ള ആൽഗൈ, ഫംഗസും അതുപോലെ പ്രോട്ടിസ്റ്റ, മൊണേറൻസിലൊക്കെയുള്ള റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? വാട്ട് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് formation of the male and female gametes either by the same individual or by different individuals of the opposite sex. നിങ്ങൾക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് പറയുന്നത്. അത് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്, ഒരു ഇൻഡിവിജ്വൽ തന്നെ, ഒരു സെയിം ഓർഗാനിസം തന്നെ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഒരേ സ്പീഷീസിലുള്ള ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽസ്, ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള മെയിൽ ഓർഗാനിസം ഉണ്ട്, ഫീമെയിൽ ഓർഗാനിസം ഉണ്ട്. മെയിൽ ഓർഗാനിസം മെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫീമെയിൽ ഓർഗാനിസം ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, then these gamete fuse to form the zygote which develops to form the new organism. അതുപോലെ തന്നെ ഈ 2 ഗമീറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് അത് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ടാണ് പുതിയൊരു ഓർഗാനിസമായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ ഇലാബറേറ്റ് ആൻഡ് സ്ലോ പ്രോസസ് ആസ് കമ്പയർഡ് ടു അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. അത് കുറച്ചുകൂടി ഇലാബറേറ്റ് ഉള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകത നമുക്കറിയാം. നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ അത് നമ്മൾ പഠിച്ചിരുന്നു. ക്ലോൺസ്, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ക്ലോൺസ് എന്താണെന്ന്? മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ആണ് നോൺ ആസ് ക്ലോൺസ്. പക്ഷെ ഇവിടെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ അകത്ത് പ്രത്യേകത എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് ദേ ആർ നോട്ട് ഐഡൻറ്റിക്കൽ ടു ദി പേരൻസ് ഓർ എമംഗ് ദംസെൽസ്. അവർ പരസ്പരം ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. അതുപോലെ തന്നെ പേരൻസുമായിട്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. ദാറ്റ് മീൻസ് ദ ഷോ വേരിയേഷൻ. അവർ വേരിയേഷൻ കാണപ്പെടുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. ഷേപ്പിലും കളറിലും എല്ലാം ചേഞ്ചസ് ഉണ്ട് അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്നതാണ്. അത് ഒരു ഡിഫറൻസ് ആണ്. സെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ഡിഫറൻസ് ആണ്. വേരിയേഷൻ സംഭവിക്കാറുണ്ട്. ഓക്കെ, ലെറ്റ് us continue the next one. ഫേസ് ഓഫ് ലൈഫ് സൈക്കിൾ ഇൻ ആൻ ഓർഗാനിസം. നമ്മൾ ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ പല ഫേസുകളുണ്ട്. മെയിനായിട്ടും 3 ഫേസുകളാണ് ഉള്ളത്. അത് ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെൻസൻറ്റ് ഫേസ്. നമുക്ക് നോക്കാം എന്താണ് ജുവനൈൽ ഫേസ് എന്ന്. ആദ്യമായിട്ട്, ഓൾ ഓർഗാനിസംസ് ഹാവ് ടു റീച്ച് എ സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് മച്യൂരിറ്റി ഇൻ ദെയർ ലൈഫ് ബിഫോർ ദേ ക്യാൻ റീപ്രൊഡ്യൂസ് സെക്ഷലി. ദാറ്റ് പീരീഡ് ഓഫ് ഗ്രോത്ത് ഈസ് കോൾഡ് ജുവനൈൽ ഫേസ്. നമുക്കറിയാം, എല്ലാ ഓർഗാനിസത്തിനും ഒരു സർട്ടൺ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്, മച്യൂരിറ്റി ഉണ്ട് അവരുടെ ലൈഫിൽ. അതായത് അവയ്ക്ക് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവയ്ക്ക് ഗ്രോത്ത് ഉണ്ട്, മച്യൂർ ആയെങ്കിൽ മാത്രമേ അവയ്ക്ക് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉണ്ടാകുകയുള്ളൂ. ആ ഒരു പീരീഡിന് പറയുന്ന പേരാണ് ജുവനൈൽ ഫേസ്. ഇനി നമുക്ക് ഇത് പ്ലാന്റ്സിലാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നത് വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ്. പ്ലാന്റ്സിൽ അറിയപ്പെടുന്നത് വെജിറ്റേറ്റീവ് ഫേസ്. ദിസ് ഫേസ് ഈസ് ഓഫ് വേരിയബിൾ ഡ്യൂറേഷൻസ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം. അപ്പോൾ നമുക്കറിയാം, എല്ലാ പ്ലാന്റ്സിൻ്റെയും ജൂനൈൽ ഫേസിൻ്റെ കാലഘട്ടം എന്ന് ഒരുപോലെ ആയിരിക്കുകയില്ല. അത് ഓരോ ഓർഗാനിസം അനുസരിച്ച് അതിൻ്റെ ജൂനൈൽ ഫേസ് ഡിഫറെൻ്റ് ആയിരിക്കും.
Okay. The next one is reproductive phase. The period of reproduction or offspring production is called reproductive phase. അതായത് പ്രത്യുൽപാദന ശേഷിയുള്ള ആ ഒരു പീരീഡ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് റിപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നു. റിപ്രൊഡക്റ്റീവ് ഫേസ് ഈസ് ദാറ്റ് ടൈം വെൻ റിപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ആൻഡ് ദ ഓർഗാനിസം ഈസ് പ്രൊഡ്യൂസ്. അതായത് ഒരു റിപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉള്ള സമയം, ആ സമയത്ത് നമ്മൾ റിപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. Okay, the next one is senescent phase. Senescence is the period between reproductive maturity and death of a plant. അതായത് ഒരു പ്ലാന്റിൽ സെൻസെന്റ് ഫേസ് കാണപ്പെടുന്ന പ്ലാന്റ്സിലാണ് അതിൻ്റെ റിപ്രൊഡക്റ്റീവ് മച്യൂരിറ്റിയും ഡെത്ത് അതിനിടയ്ക്കുള്ള സമയമാണ് നമ്മൾ സെൻസെന്റ് ഫേസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് പ്ലാന്റിൻ്റെ സ്ട്രക്ചറിലും ഫിസിയോളജിയിലൊക്കെ മാറ്റം വരികയും പ്ലാന്റ് നാച്ചുറൽ ഡെത്തിനോട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് reproductive phase in flowering plants. Then in flowering plants mainly two types of പ്ലാന്റ്സിൽ രണ്ട് തരത്തിലുള്ള ഫ്ലവറിങ് ടൈപ്സ് കാണാൻ സാധിക്കും. ഒന്ന് മോണോകാർപ്പിക് പ്ലാന്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പോളികാർപ്പിക് പ്ലാന്റ്. ഇനി നമുക്ക് എന്താണ് മോണോകാർപ്പിക് പ്ലാന്റ് എന്ന് നോക്കാം. മോണോകാർപ്പിക് പ്ലാന്റ് മീൻസ് the plants which flower only once in their lifetime. ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം മാത്രം പൂക്കളുണ്ടാകുന്നത് വീറ്റ്, റൈസ് ഇവയാണ്. നമ്മൾ ചില പ്ലാന്റ്സിൽ ഒരു അൺയൂഷ്വൽ ഫ്ലവറിങ് ഫിനോമിനൻ കാണപ്പെടാറുണ്ട്. അതിലൊന്ന് ബാംബൂ സ്പീഷീസ് ആണ്. ബാംബൂ സ്പീഷീസിൻ്റെ പ്രത്യേകത ഫ്ലവർ ഓൺലി വൺസ് ഇൻ ദിയർ ലൈഫ് സ്പാൻ. അതായത് ബിറ്റ്വീൻ അല്ലെങ്കിൽ ജനറലി ആഫ്റ്റർ 50 to 100 years, 50 മുതൽ 100 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ മാത്രം ബാംബൂ സ്പീഷീസിലുള്ള പ്ലാന്റുകളിൽ പൂക്കളുണ്ടാകുകയും ദേ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഡൈ. കൂടുതൽ പൂക്കൾ ഉണ്ടായി അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്ലാന്റാണ് ഈ അൺയൂഷ്വൽ ഫ്ലവറിങ് ഫിനോമിനൻ കാണിക്കുന്ന ഒരു പ്ലാന്റാണ് സ്ട്രോബിലന്തസ് കുന്തിയാന എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്, നീലക്കുറിഞ്ഞി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഫ്ലവേഴ്സ് വൺസ് ഇൻ 12 years, അതായത് 12 വർഷത്തിലൊരിക്കൽ പൂക്കൾ ഉണ്ടാകുന്നതാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ആ പ്ലാന്റിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയുള്ള ഒരു ഡയഗ്രം ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിൽ നീലഗിരി ഹിൽസ്, അതുപോലെ അങ്ങനെ മൂന്നാർ, ആ മേഖലകളിലൊക്കെ നീലഗിരി ബയോസ്ഫിയറിൽ പെട്ടതാണ് നമ്മുടെ മൂന്നാർ മേഖല. അവിടെയൊക്കെ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോളികാർപ്പിക് പ്ലാന്റ്. Polycarpic means plants which flower every year or season after attaining certain maturity are called polycarpic plant. അതായത് എല്ലാ വർഷവും സീസണിലായിട്ട് പൂക്കൾ ഉണ്ടാകുകയും ഫ്രൂട്ട്സ് ഉണ്ടാകുകയും സീഡ് ഉണ്ടാകുകയും അങ്ങനെ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന പ്ലാന്റ്സ്, അതിനെയാണ് നമ്മൾ പറയുന്നത് പെർനിയൽ പ്ലാന്റ്സ്. അതായത് 2-ൽ കൂടുതൽ വർഷങ്ങൾ വളരുന്ന സസ്യങ്ങളെല്ലാം ഈ ഗ്രൂപ്പിൽ വരുന്ന. എക്സാമ്പിൾ മാംഗോ, ജാക്ക് ഫ്രൂട്ട് എക്സെട്ര. Okay, the next one is cyclic changes in reproductive phase of mammals. മാമൽസിൽ പ്ലാസന്റൽ മാമൽസ്, there are 2 types of cyclic changes. പ്ലാസന്റൽ മാമൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ് മാമൽസ് എന്ന് പറഞ്ഞാൽ? ഓർഗാനിസംസ് വിച്ച് ഗിവ് ബർത്ത് ടു യങ് വൺസ് ആണ്. ആ പ്ലാസന്റൽ മാമൽസ് 2 തരത്തിലുള്ള സൈക്ലിക് ചേഞ്ചസ് ഉണ്ട്. ഏതൊക്കെയാണ് അവ? ഒന്ന് ഈസ്ട്രസ് സൈക്കിളും സെക്കൻഡ് വൺ മെനിസ്ട്രസ് സൈക്കിളും. ഇനി നമുക്ക് നോക്കാം ഓരോന്ന് എന്താണ് എന്ന്. ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ the females of placental mammals exhibit cyclical changes in the activities of ovaries and accessory ducts as well as hormones during the reproductive phase. പ്ലാസന്റൽ മാമൽസിലെ ഫീമെയിൽസിലെ ബോഡിയിൽ നടക്കുന്ന ചില സൈക്ലിക് ചേഞ്ചസ്, അതായത് അതിൻ്റെ ഹോർമോൺസ് ആണ് ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ആ റിപ്രൊഡക്റ്റീവ് ഫേസിലാണ് ഈ പ്രോസസ്സുകളെല്ലാം നടക്കുന്നത്. In non-primate mammals like cow, sheep, rat, deer, etc., such cyclic changes during reproduction is called estrous cycle. അതായത് നോൺ പ്രൈമേറ്റ്സിലുള്ള ഈ സൈക്ലിക് ചേഞ്ചസ് നമ്മൾ പറയുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ എന്നാണ് നമ്മളതിന് പറയുന്നത്. ഈ സമയത്ത് അവിടെ ബോഡിക്ക് ഒരു പ്രത്യേകത കാണപ്പെടാറുണ്ട്. ഡ്യൂറിങ് ഹീറ്റ് പീരീഡ് ദ ഫീമെയിൽ ഹാസ് വെരി ഹൈ ബ്ലഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ ആൻഡ് ഡെവലപ്സ് എ സ്ട്രോങ് സെക്സ് ഹീറ്റ്. അതായത് ഫീമെയിൽസിൻ്റെ ഈസ്ട്രസ് സൈക്കിൾ കാണപ്പെടുന്ന
ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഈസ്ട്രജൻ്റെ എമൗണ്ട് ബ്ലഡിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, ആ സമയത്ത് കൂടുതൽ സക്സീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ഈ സമയത്ത് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രൈമേറ്റ്സിൽ എക്സാമ്പിൾ നിങ്ങൾ അറിയാം, മങ്കി, ഏപ്സ്, ഹ്യൂമൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് അതിൽ സൈക്ലിക് ചേഞ്ചസിന് പറയപ്പെടുന്നത്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. മെൻസ്ട്രൽ സൈക്കിള് പ്രൈമേറ്റ്സ് ആണ്, ഈസ്ട്രൽ സൈക്കിള് നോൺ പ്രൈമേറ്റ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മെൻസ്ട്രൽ സൈക്കിൾ മെൻസ്ട്രേഷൻ ഉണ്ട്, ഈസ്ട്രൽ സൈക്കിളിൽ മെൻസ്ട്രേഷൻ ഡസ് നോട്ട് ഒക്കർ. അപ്പോൾ അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതൊന്ന് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. എന്താണ് സീസണൽ ബ്രീഡേഴ്സ്? Animals which produce at a particular time in the year are called seasonal breeders. അതായത് ഒരു വർഷത്തിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ആനിമൽസിനാണ് നമ്മൾ സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. ഇൻ നോൺ പ്രൈമേറ്റ് മാമൽസ് ദ സൈക്ലിക് ചേഞ്ചസ് ഓർ ഈസ്ട്രസ് സൈക്കിൾ ഒക്കേഴ്സ് ഡ്യൂറിങ് ഫേവറബിൾ സീസൺസ് only. സോ ദീസ് ഓർഗാനിസംസ് ആർ സീസണൽ ബ്രീഡേഴ്സ്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ഈസ്ട്രസ് സൈക്കിൾ കാണിക്കുന്ന നോൺ പ്രൈമേറ്റ് ഓർഗാനിസംസ് ആണ് സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. കൗ, റാറ്റ്, ഷീപ്പ്, ഡിയർ, ഡോഗ്, ടൈഗർ എക്സെട്ര. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. Animals which continue to breed or reproduce through their lifespan is called continuous breeders. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാനിൽ മുഴുവൻ സമയവും റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഓർഗാനിസം നമ്മൾ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. എക്സാമ്പിൾ പ്രൈമേറ്റ് മാമൽസ് ആണ്. എക്സാമ്പിൾ ഹ്യൂമൻ, മങ്കി, ഏപ്സ് എക്സെട്ര. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും പഠിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഓർത്തിരിക്കുക. സീസണൽ ബ്രീഡേഴ്സും കണ്ടിന്യൂസ് ബ്രീഡേഴ്സും. സീസണൽ ബ്രീഡേഴ്സ് നോൺ പ്രൈമേറ്റ്സിലാണ്, അതുപോലെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് പ്രൈമേറ്റ്സിലാണ്. അത് പെയറിങ്ങിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഈ പ്ലാന്റ്സിലാണെങ്കിലും ആനിമൽസിലാണെങ്കിലും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസും അതുപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഒക്കെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.